അടുത്തതായിട്ട് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ കമ്പ്യൂട്ടർ അല്ല, അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഓക്കെ, ഈ മോഡൽസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ആക്ച്വലി ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻപുട്ട് സിമ്പിൾസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഇൻപുട്സിനെ പ്രോസസ്സ് ചെയ്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുകയും അവസാനം ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ആക്ച്വലി ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ മെമ്മറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പകരം ഈ മെഷീൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടിനനുസരിച്ച് സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്തിട്ട് അതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യുകയോ റീച്ച് ചെയ്യാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു കൊടുക്കുന്ന സ്ട്രിങ് അതിനെ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലും ഫൈനൈറ്റ് ഓട്ടോമേറ്റ എടുക്കുമ്പോഴും നമ്മുടെ ബേസിക് മോഡൽസിലാണ് മെമ്മറി ഒന്നും ഇല്ലാത്തത്. അതേസമയം മെമ്മറി ഉള്ള മോഡൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടർ പോലെ തന്നെ ഉള്ള പവറുള്ള ഒരു രീതിയിലുള്ള മാത്തമാറ്റിക്കൽ മോഡലായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഇതാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. ഈ ഇൻപുട്ട് ടേപ്പ് എന്ന് പറയുന്നത് ഓരോ സെൽസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെല്ലിലും നമ്മുടെ ഇൻപുട്ട് ലെറ്റേഴ്സ്, ഇൻപുട്ട് സിമ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇതിനകത്തൊരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ഫൈനൈറ്റ് കൺട്രോൾ. ഈ ഫൈനൈറ്റ് കൺട്രോളിനകത്ത് നമുക്ക് കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ P1, P2, P3, P4 എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇനി ഈ സ്റ്റേറ്റ്സിൽ നിന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്കൊരു റീഡ് ഹെഡ് ഉണ്ട്. റീഡ് ഹെഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്, നമുക്കൊരു റീഡിംഗ് ഹെഡ് ഉണ്ട്, അതുപോലെ ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ട്. ഈ ഫൈനൈറ്റ് കൺട്രോളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻപുട്ട് ടേപ്പിൽ, നമ്മുടെ ഈ ഇൻപുട്ട് ടേപ്പിനകത്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്തിരിക്കും. ഓരോ സെല്ലിലും ഓരോ ലെറ്റർ വീതം നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്തിരിക്കും. ഈ റീഡ് ഹെഡ് ആണെങ്കിൽ അറ്റ് എ ടൈം ഒരു പെർട്ടിക്കുലർ സിമ്പിളിനെ റീഡ് ചെയ്യും. ഇത് പോയിന്റ് ചെയ്യുന്ന ഏത് സിമ്പിളാണോ ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നുള്ള സ്ട്രിങ്ങിനെ അത് റീഡ് ചെയ്യുമ്പോഴത്തേനും നമ്മളിപ്പം ഓരോ തവണയും റീഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവിടെ ഫൈനൈറ്റ് കൺട്രോളിനകത്ത് ഫൈനൈറ്റ് കൺട്രോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പം ആ കറൻറ്റ് സ്റ്റേറ്റ്, ആ നിൽക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ കറൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ കറൻറ്റ് സ്റ്റേറ്റ് പ്ലസ് നമ്മൾ ഈ റീഡ് ചെയ്യുന്ന സ്ട്രിങ് അല്ല, ഒരു ആൽഫബറ്റ് ഒരു സിമ്പിളാണ് നമ്മൾ റീഡ് ചെയ്യുന്ന അറ്റ് എ ടൈം. ആ റീഡിങ് സിമ്പിളിനെയും ബേസ് ചെയ്തിട്ട് ഇത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് സ്റ്റേറ്റ് ചിലപ്പം അടുത്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതാവാം, ചിലപ്പോൾ അത് അതേ സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതും ആവാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. ഓരോ തവണയും ഈ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന റീഡ് ഹെഡ് ഒരു സിമ്പിളിനെ റീഡ് ചെയ്യുമ്പം കറൻറ്റ് സ്റ്റേറ്റിനെയും ഈ റീഡ് ചെയ്ത സിമ്പിളിനെയും ബേസ് ചെയ്ത് ഇത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതേ സ്റ്റേറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയോ ചെയ്യും. ഇങ്ങനെ നമ്മൾ കൊടുത്ത എല്ലാ ഇൻപുട്ടും, നമ്മൾ ഈ ഇൻപുട്ട് ടേപ്പിനകത്ത് നമ്മൾ എത്ര ആൽഫബറ്റ്സ് ആണോ കൊടുത്തത്, ഞാനിപ്പോൾ ഈ F വരെ ഇത്രയാണ് എൻ്റെ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സ്ട്രിങ് എന്ന് വിചാരിക്കുക. ഈ ഇത്രയും സ്ട്രിങ്സിനെയും അത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഫൈനൈറ്റ് കൺട്രോൾ എത്തുന്നത്. അങ്ങനെ ഫൈനൈറ്റ് കൺട്രോൾ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ട്.
ഫൈനൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സ്ട്രിങ് ഈ ഒരു ഫൈനൽ സ്റ്റേറ്റിൽ എത്തുവാണ് എങ്കിൽ ആ സ്ട്രിങ്ങിനെ ഈ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് പറയുന്നത്. അഥവാ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആവുന്നില്ല എങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ അപ്പം ഇങ്ങനെയാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ വർക്കിംഗ് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ചില കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ അതായത് ചില സ്ട്രിങ്സിനെ ഈ ഒരു ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യും, ചില സ്ട്രിങ്സിനെ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ചെയ്യുവാണെങ്കിൽ ഓട്ടോമേറ്റ ആ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. എയ്തർ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് എന്നുള്ളതാണ് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ. സോ അപ്പം അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ സെറ്റ് ഓഫ് സ്ട്രിങ്സും കൂടി ചേർത്ത് നമ്മൾ എഴുതുന്നതാണ് ആ പെർട്ടിക്കുലർ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഓട്ടോമേറ്റയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഏതൊക്കെ സ്ട്രിങ്സ് ആണോ ഈ ഒരു പെർട്ടിക്കുലർ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ആ ഒരു ഓട്ടോമേറ്റയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദി മെഷീൻ ഈസ് ദി സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഇറ്റ് അക്സെപ്റ്റ്സ്. അപ്പോൾ ഒരു ഓട്ടോമേറ്റയിൽ ഒരു സ്ട്രിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എയ്തർ ഇറ്റ് വിൽ അക്സെപ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രിങ് ഓർ എൽസ് ഇറ്റ് വിൽ റിജക്ട് ദ സ്ട്രിങ്. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്, DFA ആൻഡ് NFA. അതായത് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. അപ്പം ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമുക്കുള്ളത്, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒറ്റ ട്രാൻസിഷനേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഒരു ഇൻപുട്ട് സിമ്പിളിന് 1 ട്രാൻസിഷൻ ഓൺലി, ഒരൊറ്റ ട്രാൻസിഷൻ മാത്രം. ട്രാൻസിഷൻ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കറൻറ്റ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഇൻപുട്ട് സിമ്പിൾ റീഡ് ചെയ്യുമ്പം അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് ആ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മളൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ കേസിലാണെങ്കിൽ ഒരു ഇൻപുട്ട് സിമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതേ സ്റ്റേറ്റിലേക്ക് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം NFAയുടെ കേസിലാന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിന് തന്നെ മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ അത് ഒന്നിലധികം സ്റ്റേറ്റ്സിലേക്ക് മൂവ് ചെയ്തെന്ന് വരും, ചിലപ്പോൾ അതേ സ്റ്റേറ്റിൽ തന്നെ നിന്നെന്ന് വരും. അങ്ങനെ എത്ര നമ്പർ ഓഫ് ട്രാൻസിഷൻസ് വേണമെങ്കിലും ഉണ്ടാവാൻ പറ്റും. അതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DFAയുടെ കേസിൽ എല്ലാ സ്റ്റേറ്റിലും, ഓക്കെ, ഫോർ ഓൾ ദ സ്റ്റേറ്റ്സ്, അതിനകത്തുള്ള ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ടോ ആ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ട് ട്രാൻസിഷനും ഉണ്ടായിരിക്കണം. എല്ലാ ഇൻപുട്ട് സിമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കണം. അതാണ് അങ്ങനെയുള്ള ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അതേസമയം നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അല്ലെങ്കിൽ NFAയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലെ എല്ലാ ഇൻപുട്ട് സിമ്പിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിഷൻ വേണമെന്ന് നിർബന്ധമല്ല. ഓക്കെ, അങ്ങനെയുള്ള 2 ടൈപ്പ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. സോ അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ സെറ്റ് ഓഫ് സ്ട്രിങ്സിനെ അത് അക്സെപ്റ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജിന് പറയുന്ന പേരാണ് റെഗുലർ ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ റെഗുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലാംഗ്വേജസിനെയാണ് നമ്മൾ റെഗുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇനി പോകുന്ന ഇതിലെല്ലാം പഠിക്കുന്നുണ്ട്, അടുത്തടുത്ത മൊഡ്യൂൾസിൽ പഠിച്ച് പോകും. ഓക്കെ, അപ്പം ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ കറസ്പോണ്ടിങ് റെഗുലർ ലാംഗ്വേജസ് ഉണ്ട്. ഈ റെഗുലർ ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമറാണ് റെഗുലർ ഗ്രാമർ.
ഓക്കെ, റെഗുലർ ഗ്രാമർ, അതായത് ഈ റെഗുലർ ലാംഗ്വേജസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രാമറാണ് റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി പല ടൈപ്പ് ഓഫ് ഗ്രാമറുകളും പല ടൈപ്പ് ഓഫ് ലാംഗ്വേജുകളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തമ്മിൽ കൺഫ്യൂഷൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈനൈറ്റ് ഓട്ടോമേറ്റ, അതായത് DFA NFA അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് റെഗുലർ ലാംഗ്വേജസ്. റെഗുലർ ലാംഗ്വേജസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രാമറാണ് റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും മെയിനായിട്ട് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇനി പോകെ പല പല ലാംഗ്വേജസ് പഠിക്കും. പിന്നെ പല പല ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ.